ഹലോ, ഇന്ന് ബാങ്ക് എക്സ്പയർഡ് ആയിരുന്നു. നമ്മൾ ബാങ്ക് എക്സ്പയർഡ് നമ്മളൊരു ചെറിയ ലോസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു 12K ലോസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ചെറിയ ലോസാണ്. നല്ല അടിപൊളി ട്രേഡ്സ് ആയിരുന്നു. ബട്ട് എല്ലാം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുക ചെയ്തു. എല്ലാം നല്ല 3 ട്രേഡുള്ളൂ. 3 നല്ല ട്രേഡ്സ് ആയിരുന്നു. ക്ലിയർ പ്ലാനോടെ കൃത്യമായിട്ട് ഒരു എൻട്രി എടുക്കുമ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസും കൃത്യമായ ഒരു ടാർഗറ്റ് ഡിഫൈൻ അല്ല, സ്റ്റോപ്പ് ലോസ് എന്തായാലും ഡിഫൈൻ ആയിരുന്നു. മൊമെൻറ്റ്സ് പോയിരുന്നെങ്കിൽ നമുക്ക് ടാർഗറ്റും അത്യാവശ്യം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന പോലെ നല്ലൊരു പ്രോഫിറ്റ് എടുക്കുന്ന പോലത്തെ ട്രേഡ്സ് ആയിരുന്നു. ബട്ട് നമുക്ക് ആ ട്രേഡ്സിൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയില്ല. എല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുക ചെയ്തത്. നമ്മുടെ എൻട്രീസ് ഞാൻ പറഞ്ഞുതരാം. വളരെ ക്ലിയർ എൻട്രീസ് ആയിരുന്നു. എന്തായാലും നല്ല എൻട്രി ആയിരുന്നു. നമ്മൾ ആദ്യം തന്നെ പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത്. അത് നമ്മൾ 7 ലോട്ട് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10:30ക്കാണ് ബൈ ചെയ്തത്. കൃത്യമായിട്ട് ഒരു റേഞ്ച് കാണിച്ചു തന്നത് നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നാണ് ബൈ ചെയ്തത്. അപ്പോൾ എൻട്രി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെയറിഷ് മൂവ്മെൻറ്റ്സ് ആദ്യം വന്നു. ഒരു ബെയറിഷ് മൂവ്മെൻറ്റ്സിന് റീട്രേസ്മെൻറ്റ് വന്നു. വീണ്ടും ഇവിടുന്ന് താഴോട്ട് വരുന്ന വിചാരിച്ച് ഇവിടെ പിവറ്റൊക്കെ ബ്രേക്ക് ചെയ്തു. എന്നാലും ആ റേഞ്ച് കൺസോൾട്ടേഷൻസ് ഉണ്ട്. റേഞ്ച് നല്ല പിവറ്റ് ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്തില്ല. പിവറ്റ് റേഞ്ച് 49,130 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ലെവലിന് റീട്രേസ്മെൻ്റ് ആയിട്ട് റെസിസ്റ്റൻസായി ആക്ട് ചെയ്ത് താഴോട്ട് തന്നെ വരുന്ന എക്സ്പെക്റ്റ് ചെയ്തു. ബട്ട് നടന്നില്ല. മേലോട്ട് പോയി ആ ലെവൽ ബ്രേക്ക് ഔട്ട്സ് കിട്ടി. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. നമ്മൾ ആ ഒരു ട്രേഡിൽ ഒരു ചെറിയ ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 5.7K നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ആയിരുന്നു. നമ്മളങ്ങനെ പുട്ട് ഓപ്ഷൻ നമ്മളത് വിട്ടു. പിന്നെ നമ്മളെടുത്തത് കോൾ ഓപ്ഷൻ ആയിരുന്നു. ആ ട്രേഡ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വന്ന് എക്സിറ്റ് അടിച്ചു. പിന്നെ അടുത്ത് നമ്മളൊരു കോൾ ഓപ്ഷനാണ്. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് ഏറെക്കുറെ നമ്മളൊരു 10.40 എക്സിറ്റ് അടിച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ വീണ്ടും എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഏറെക്കുറെ ഒരു 6 ലോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് 6 ലോട്ട്. അത് എൻട്രി എടുത്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് നമ്മളിപ്പോൾ നേരത്തെ പുട്ട് ഓപ്ഷൻ എടുക്കാനുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവല് റെസിസ്റ്റൻസായി ആക്ട് ചെയ്ത് താഴോട്ട് വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ അതേ ലെവലിൽ ബ്രേക്ക് ചെയ്ത് പോയതിന് ശേഷം വീണ്ടും താഴോട്ട് റീട്രേസ്മെൻറ്റ് വന്ന് വീണ്ടും മേലോട്ട് പോകുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ബട്ട് അത് നടന്നില്ല. പോയി ബ്രേക്ക് ഔട്ട്സ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു. ഇന്നുണ്ടാക്കിയ ഹൈ ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം മൊമെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്തു. ബട്ട് നടന്നില്ല. ബ്രേക്ക് ഔട്ട്സ് കിട്ടിയില്ല. വീണ്ടും താഴോട്ട് വന്ന് ഇറക്കം നമ്മൾ ഒരു 5K ലോസ് ഉണ്ടായത് ഈ ഒരു മൊമെൻറ്റ്സ് തന്നെ കവേർഡ് ആയതാണ്. ബട്ട് വീണ്ടും താഴോട്ട് വന്ന് ഞാൻ കുറച്ചുകൂടി നല്ല രീതിക്ക് പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രേഡിൽ. എന്നിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഈ റെഡ് ക്യാനിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. ട്രേഡ് നമ്മൾ എക്സിറ്റ് അടിച്ച് മാറി. നമുക്കത് അതിലും അത്യാവശ്യം നല്ല ലോസ് വന്നിട്ടുണ്ടായിരുന്നു. ഏറെക്കൊരു 9K ലോസ് നമ്മൾ ആ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രേഡിൽ തന്നെ പിന്നെ നമ്മൾ എടുത്ത ട്രേഡും അതേ കോൺട്രാക്റ്റിലാണ്. അതുകൊണ്ടാണ് അതിൽ കാണിക്കുന്നത്. അതിലെടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏറെക്കുറെ 12:15 എൻട്രി എടുത്തത്. ആ ഒരു ടൈം എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി മാർക്കറ്റ് താഴോട്ട് വീണു. അത് നമ്മൾ കോൾ ഓപ്ഷൻ തന്നെ എടുത്തത്. താഴോട്ട് വീണ ഒരു മേലോട്ടേക്ക് ഒരു മൊമെൻറ്റ്സ് കിട്ടി. പിവറ്റ് പോയിൻ്റൊക്കെ ബ്രേക്ക് ചെയ്ത് മേലോട്ടേക്ക് ഒരു മൊമെൻറ്റ്സ് കിട്ടിയതിന് ശേഷം പിന്നെ വീണ്ടും അതേപോലെ റീട്രേസ്മെൻറ്റാണ് എക്സ്പെക്റ്റ് ചെയ്തത്. കൃത്യമായിട്ട് അതുപോലെ റീട്രേസ്മെൻറ്റ് വരുന്നു. നല്ല രീതിക്ക് നല്ല ഈ ഒരു മൊമെൻറ്റ്സ് ഞാൻ നന്നായിട്ട് ഇതിൽ നല്ല പ്രോഫിറ്റ് കിട്ടുന്ന എക്സ്പെക്റ്റ് ചെയ്താണ്. ഇവിടുന്ന് മേലോട്ട് പോകാനുള്ള ചാൻസ് തന്നെയായിരുന്നു വിചാരിച്ചത്. കൃത്യമായിട്ട് നല്ല രീതിക്ക് താഴോട്ട്, അതായത് നല്ലൊരു വിക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ നല്ല രീതിക്ക് പിവറ്റിന് ആക്ട് ചെയ്ത് മേലോട്ടേക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ്, നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ്സ്, അത് കൃത്യമായിട്ട് മേലോട്ട് പോയി ഇവിടെ റീട്രേസ്മെൻറ്റ് ഒറ്റ മൂവ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്തു. അതിലും നമുക്ക് കിട്ടിയില്ല. അത് നമ്മൾ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് ടോട്ടലി ആ ഒരു 3 ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തപ്പോൾ തന്നെ ഏറെക്കുറെ ഞാൻ നോർമലി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാറില്ല ഈ ഒരു സെനറിയൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പം തന്നെ ഞാൻ ഏറെക്കുറെ നിർത്തി. ജസ്റ്റ് 12K പ്രോഫിറ്റ് അല്ല ലോസ് ബുക്ക് ചെയ്യാം. ഇന്നത്തെ ദിവസം നമുക്ക് അത്ര നല്ലതല്ല തോന്നി. ഉദ്ദേശിച്ച വ്യൂവിലേക്ക് പോകുന്നില്ല. മാർക്കറ്റ് താഴോട്ട് തന്നെയാണ് വരുന്നത്. താഴോട്ടെടുക്കാമായിരുന്നു. ബട്ട് താഴോട്ടെടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. മേലോട്ട് പോകുന്നതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. നടന്നില്ല. അപ്പോൾ അതങ്ങനെ ട്രേഡ് വിട്ടു. ചാർട്ട് പ്രൈസൊക്കെ നോക്കിയെടുക്കുമ്പോൾ നോർമലാണ്. അതായത് സിമ്പിളായിട്ട് ആ ട്രേഡ് നമ്മൾ എക്സിറ്റ് അടിച്ച് ലോസ് ബുക്ക് ചെയ്തു. കൃത്യമായിട്ടുള്ള ട്രേഡാണ്. എന്തായാലും എല്ലാ ട്രേഡും 3 ട്രേഡിനും വളരെ ക്ലാരിറ്റിയോടുള്ള എടുത്ത ട്രേഡ്സാണ്. ബട്ട് 3 സ്റ്റോപ്പ് ലോസ് കിട്ടിയാണ്. വീണ്ടും ട്രേഡ് എടുത്താൽ ശരിയാവില്ല എന്ന് തോന്നി. അതുകൊണ്ട് എടുത്തില്ല, അവോയ്ഡ് ചെയ്തു.
മാർക്കറ്റ് വാച്ച് ചെയ്തിരുന്നു. വീണ്ടും ഒരു നല്ലൊരു ഓപ്ഷൻ കിട്ടിയില്ല. ഇനി ഇടയ്ക്ക് ഒരു ഓപ്ഷൻ നോക്കിയപ്പോൾ കിട്ടിയത് ഈ ഒരു പൊസിഷനാണ്, പുട്ട് ഓപ്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് അവിടെ 49,000 നല്ല രീതിക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ചേഞ്ചിങ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ല രീതിക്ക് സപ്പോർട്ടും ഇടയ്ക്ക് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്നു തോന്നിയിരുന്നു. അതെടുത്തിന് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയേനെ, ബട്ട് കാര്യമില്ല. അതിനൊന്നൊരു സ്ഥിരതയില്ലാത്ത ട്രേഡാണ്. പിന്നെ ഏറെക്കുറെ 3 മണി ആവാറായി, ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയുകൊണ്ട് പിന്നെ ട്രേഡ് എടുത്തില്ല. എന്തായാലും നമ്മളെടുത്ത് ട്രേഡ് എന്തായാലും അടിപൊളിയായിരുന്നു. അടിപൊളി ട്രേഡ്സ് ആയിരുന്നു. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് അല്ല, ലോസാണ്. ലോസ് നമ്മൾ എന്തായാലും ബുക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ആദ്യം എടുത്ത പുട്ട് ഓപ്ഷൻ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നല്ല പ്രോഫിറ്റ് ആയാലേ. നമ്മൾ എക്സിറ്റ് അടിച്ചാൽ പോയതിനേക്കാളും നല്ല രീതിക്കുള്ള മൂവ്മെൻറ്റ്സ് പുട്ട് ഓപ്ഷനിൽ കിട്ടിയിട്ടുണ്ട്. അതിന് വലിയ പ്രസക്തിയില്ല, കാര്യമില്ല. നമ്മൾ ബുക്ക് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്തൊക്കെ ആയിട്ട് വലിയ കാര്യമില്ല, അത് നമ്മൾ മറന്നേക്കണം. പിന്നെ നമുക്ക് ജസ്റ്റ് 12K മാത്രം ലോസ് ഉള്ളൂ. നമുക്ക് വലിയ രീതിക്ക് ബ്രോക്കറേജ് ഒന്നും വരില്ല. നമ്മൾ ഫ്രീ ബ്രോക്കറേജാണ് കോട്ടക് നിയോ. അതും നമുക്ക് അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമൊന്നുമല്ല, നമുക്ക് ലോസ് വന്നാലും ബ്രോക്കറേജ് കൊടുത്താലും കുഴപ്പമില്ല. ഒരു ബിഗിനറൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബ്രോക്കറേജ് യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബ്രോക്കറേജ് കൊടുക്കാതിരിക്കാം. നമ്മൾ ചില സമയത്ത് ഓവർ ട്രേഡൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ബ്രോക്കറേജ് പോകും. ഓവർ ട്രേഡ് എന്നല്ല, നോർമലി ട്രേഡ് ചെയ്യുന്നത് ഒരു 5-6 ട്രേഡ് ചെയ്ത് തന്നെ ഒരു ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്നവർക്ക് അതൊരു ബ്രോക്കറേജ് തന്നെ ആയിട്ട് ഒരു വലിയൊരു പെർസെൻറ്റേജ് ബ്രോക്കറേജ് തന്നെ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ ബ്രോക്കറേജ് കൊടുക്കാതിരിക്കാനായിട്ട് ബ്രോക്കറേജ് ഇല്ലാതെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. കോട്ടക് നിയോ നല്ലൊരു ബെറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും. ദെൻ നമ്മൾ ഇന്ന് ചെറിയ ലോസ് ബുക്ക് ചെയ്ത് മാറിയിരിക്കുകയാണ്. നമുക്ക് നാളെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാം. പിന്നെ ഞാൻ എസ്പയറിയുടെ മാത്രം ട്രേഡ് ചെയ്യുന്നുള്ളൂ. എസ്പയറിയുടെ അതായത് എസ്പയറി ഏതിലാണോ ആ ഇൻഡെക്സ് മാത്രമാണ് അധികം ട്രേഡ് ചെയ്യാറ്. അല്ലാത്ത പക്ഷം അതായത് ഒരു വ്യൂവിൻ്റെ പുറത്ത് വേറെ എന്തും ചെയ്യും. നമ്മൾ എസ്പയറി ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാപിറ്റൽ ഡബിൾ ആവാനും നല്ലൊരു മൂവ്മെൻറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് മാക്സിമം റിട്ടേൺസ് കിട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എസ്പയറിയുടെ മാത്രം ഫോക്കസ് ചെയ്ത് എസ്പയറിയിൽ ഏതാണോ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കി നല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും. അല്ലെങ്കിൽ വേറെ ഇൻഡെക്സിലാണ് നല്ല മൂവ്മെൻറ്റ്സ് കിട്ടുമെന്ന് തോന്നിക്കാൻ അതിനും ചെയ്യും, എല്ലാത്തിനും ചെയ്യും. കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എസ്പയറിയാണ്. കൂടുതൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന പോലത്തെ റിസ്ക് എടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നാളെ ഫിൻനിഫ്റ്റി എസ്പയറിയാണ്. നമുക്ക് നാളെ ഫിൻനിഫ്റ്റിയിൽ നല്ല ട്രേഡ് എടുത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത്, അല്ലെങ്കിൽ വേണ്ട. ലോസ് ബുക്ക് ചെയ്യാൻ പറ്റിയ ലോസ് ബുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. എന്തായാലും നല്ല രീതിക്ക് നോക്കി നമുക്ക് നാളെ ട്രേഡ് എടുക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.